ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലാക്ക് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെഡ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അടുത്ത കളർ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഡൻസി ആക്രാന്തം എനിക്കുണ്ട് കേട്ടോ. ഇത് എന്താ സംഭവം എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി തന്നെ. ഇതിനകത്ത് കേക്കാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ആദ്യത്തെ എൻ്റെ മുഖമാറ്റം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഞാനിത് എന്താ ഫസ്റ്റത്തെ എനിക്ക് കടിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്കായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയ കയ്പ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് മുഖത്തിൻ്റെ ഭാവം ഒന്ന് മാറിയത്. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റിൻ്റെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തായിട്ട് എടുത്തത് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫേവറേറ്റ് ആണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല, ഇടയ്ക്കൊക്കെ തന്നെ മേടിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിച്ചു നോക്കി. അതിൻ്റെ ഉള്ളിൽ എന്തായാലും നല്ല ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ചില ഡാർക്ക് ഫാൻറ്റസിയിൽ നട്ട്സ്, പീനട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ചിലതിന്റെ ക്രീം വൈറ്റ് ക്രീം ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ചത് ആ ഒരു ഫ്ലേവർ അല്ല കേട്ടോ. എനിക്ക് ഈ ചോക്ലേറ്റിന്റെ ഫ്ലേവറുള്ള ഡാർക്ക് ഫാൻറ്റസി തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ നോക്കി വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ എല്ലാ ഫുഡും ബ്ലാക്ക് കളറിലോട് മാച്ച് ആയിട്ടുള്ള കളറൊന്നുമില്ല. ഒരു ചെറിയ എന്താ പറയുക ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ബ്ലാക്ക് കളറായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അടുത്തതായിട്ട് എടുത്തത് പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അത് പിന്നെ ബ്ലാക്ക് കളറിനെയാണ്, ഉള്ളിൽ വൈറ്റ് ക്രീമാണ് കേട്ടോ. ഡാർക്ക് ക്രീമല്ല, വൈറ്റ് തന്നെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനതിൻ്റെ ക്രീമൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ. എനിക്കത് ബിസ്ക്കറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. ക്രീം കഴിക്കായിക്കൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പം എടുത്തത് ബിസ്ക്കറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കഴിക്കണത് മൊത്തം കഴിക്കണമെന്നില്ല കേട്ടോ. കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ വെക്കുകയാണ്, അടുത്തതാണ് കേട്ടോ പിന്നെ എടുക്കണത്. എല്ലാതും കൂടി നമ്മൾ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാലല്ലേ പിന്നെ അടുത്തത് കഴിക്കാനായിട്ട് വയറിൽ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ ഈ മധുരമുള്ള സംഭവങ്ങൾ കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തത് സ്നിക്കേഴ്സ് ആണ് കേട്ടോ. അത് 10 രൂപയുടെ ചെറിയ പാക്കറ്റ് സ്നിക്കേഴ്സ് ആണ്. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു കേട്ടോ. അതും നമ്മൾ ഡാർക്ക് കളറായിട്ട് വലിയ മാച്ചൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കളർ തന്നെയാണ് കേട്ടോ. ഡാർക്ക് കളറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കരിച്ചതും പുകച്ചതൊക്കെ ഇത് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്നിക്കേഴ്സ് എന്തായാലും അടിപൊളി സംഭവം തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് എടുത്ത് പിന്നെ ഉണ്ണിയപ്പമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ ബാക്ക് വശം നല്ല ഡാർക്ക് കളറും ഫ്രണ്ട് വശം കുറച്ച് ലൈറ്റ് കളറും ആണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം കാണിച്ചു തന്നത്. ഉണ്ണിയപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. പക്ഷെ ഇതിൽ എടുത്തിരിക്കുന്ന ഒരുവിധം പലഹാരങ്ങളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ്. ആ കേക്ക് മാത്രമാണ് ഞാൻ കഴിക്കാത്തുള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ പോണ പെപ്സിയാണ് കേട്ടോ. ആ പെപ്സിയുടെ ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് ഇത്. അപ്പോൾ അത് പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര പേടിക്കും. ഇങ്ങനത്തെ കുപ്പികളൊക്കെ ആദ്യം പൊട്ടിക്കാനായിട്ട് ചെറിയൊരു ഭയം ഉണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് തുളുമ്പി വരുമോ എന്നുള്ളൊരു പേടിയും കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ നല്ല തണുപ്പ് കാരണം കൊണ്ട് എനിക്ക് കുടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ണിലൊക്കെ പെട്ടെന്ന് വെള്ളം നിറയുക, പിന്നെ നെറ്റി കൂടെ ഒക്കെ ഒരു വേദനയൊക്കെ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിൻ്റെ പിന്നിൽ നിന്നിട്ട് എനിക്ക് ജ്യൂസ് തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് അവൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കളറിന് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ.